NEP-യിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ചരിത്ര പാഠഭാഗങ്ങളിലും അതേപോലെ തന്നെ രാഷ്ട്രീയ സംബന്ധമായ വിഷയങ്ങളുടെ ആ ഭാഗങ്ങളിലുമൊക്കെ അത് നിഴലിക്കുന്നുമുണ്ട്. എന്നാൽ NEP-യുടെ ചില ഗുണവശങ്ങൾ കാണാതെ പോകരുത്. വിശേഷിച്ചും കേരളം ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രാധാന്യത്തെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കടലിൽ പോയിട്ട് 9 ദിവസമായിട്ടും കാണാതായിട്ടുള്ള ജോണിൻ്റെ മക്കളായ ജിജി ജോണും ജെനിൽ ജോണും കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത്. അവർ പറയുന്നു, കടലിനെ അറിയാത്ത തങ്ങളുടെ തദ്ദേശീയമായ ജ്ഞാനം അല്ലെങ്കിൽ ഇൻഡിജീനിയസ് സയൻസ് അവരുപയോഗിച്ച വാക്കതാണ്. അതറിയാത്തവർ മുതലപ്പുഴ തയ്യാറാക്കിയതിൻ്റെയും തങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുന്നതും ചെയ്യുന്നതിൻ്റെ ദുരന്തമാണ് തങ്ങളുടെ വേണ്ടപ്പെട്ടവർ കടലിൽ പോയി ജീവൻ പൊലിയുന്നത്. നിലവിലുണ്ടായിരുന്ന പാഠ്യപദ്ധതിയുടെയും നമ്മൾ കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട കേരള മോഡലിൻ്റെ ദുരന്തം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. NEP-യിലുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ഇതുവരെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ട് തദ്ദേശീയമായ അറിവുകൾക്ക് നമ്മൾ പാഠ്യപദ്ധതിയിൽ തുല്യ പ്രാധാന്യത്തോടെ പഠിക്കാനും അത് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ പക്കൽ പരമ്പരാഗതമായി ഇപ്പോഴും ഭദ്രമായിരിക്കുന്ന അറിവ് അവർക്ക് പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരാനും പഠിക്കാനും അവസരം ഉണ്ടാകുന്നു. ഇന്ന് ശനിയാഴ്ച രാവിലെ 5:45 മുങ്ങൽ വിദഗ്ധർ, അതായത് സ്കൂബ ഡൈവിംഗ് ആൾക്കാരെത്തി തെരച്ചിൽ തുടങ്ങുമെന്നും അവരോടൊപ്പം തങ്ങളുടെ 10 മത്സ്യത്തൊഴിലാളികൾ കൂടി ഉൾപ്പെടുത്താം എന്നും ഇന്നലെ സർക്കാർ തീരുമാനിച്ചതാണ്. ശനിയാഴ്ച രാവിലെ 11 മണി വരെയും സ്കൂബ ഡൈവിംഗുകാർ അവിടെ എത്തിയില്ല. എന്നാൽ രാവിലെ തൊട്ട് അവരോടൊപ്പം പോകാൻ മത്സ്യത്തൊഴിലാളികൾ അവിടെ സജ്ജമായി. ഇതിൻ്റെ കാരണം സ്കൂബ ഡൈവിംഗുകാർക്കാണെങ്കിലും അതേപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കാണെങ്കിലും അതേപോലെ മറൈൻ വിഭാഗത്തിലുള്ളവരാണെങ്കിലും എല്ലാവർക്കും അവർക്ക് കടൽ, അവർ വിദഗ്ധരാണെങ്കിലും ഡോക്ടറേറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കടൽ പുറത്താണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കടൽ അവരുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള അറിവിനെ പാഠ്യപദ്ധതിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് NEP-യുടെ ഏറ്റവും വലിയ ഒരു മികവ് അല്ലെങ്കിൽ ആ സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ എതിർക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്ലസ് പോയിന്റുകളെ നമ്മൾ കാണാതെ പോകരുത്. ഇനിയും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണാൻ തയ്യാറായില്ലെങ്കിൽ ഇതേപോലുള്ള ദുരന്തങ്ങൾ പുരോഗമനത്തിൻ്റെ പേരിൽ വേഷം മാറി വരുന്നതാണെങ്കിലും നമുക്ക് ഇനി താങ്ങാനാവാത്ത വിധം നമ്മളെ അത് ബാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.